Aditi Marvel Cakes, inspired by British recipe, infused with English herb. Wishing you a Merry Christmas and a Happy New Year. നമുക്ക് നാട്ടിലിറങ്ങി ആൾക്കാരെ അങ്ങ് സന്തോഷിപ്പിക്കാം എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുകയാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മൈൻഡിൽ വരുന്ന സംഭവം എന്താണ്? ഉണ്ണിയേശുവിന്റെ ജന്മദിനം. അത് നമ്മൾ വല്ലാണ്ട് അങ്ങ് ആഘോഷിക്കാണേ. ഹല്ലേലൂയ 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 ഇതു കേട്ടു അടിടയറാണ് ഇതിനാണ് ആക്ച്വലി ഇവിടെ വന്നത്. ഞങ്ങളൊരു ചായ കുടിക്കാണ്ട് വന്നു. കയ്യിൽ എന്താണുള്ളത്? സോഡ. ഒരു വൺ വേർഡിൽ ക്രിസ്മസിനെ ഡിസ്ക്രൈബ് ചെയ്യണം. Month of surprises. ഉണ്ണി യേശു ജനിച്ചപ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു? വേഗം പറയും. ഉണ്ണി യേശു ജനിച്ചത് എവിടെ? വീടിന്റെ അഡ്രസ് പറയും. അഡ്രസ് ഒന്നും ഇല്ല. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം എന്താണ്? ഉണ്ണി യേശു ജനിച്ചത് എവിടെ? ഓ മൈ ഗോഡ്. ഹായ് ഗൈസ്, ബിഹൈൻഡ് വാസ് പ്രസൻസ് അതിഥി കേക്ക്സ് ക്രിസ്മസ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എല്ലാവർക്കും അറിയാം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ്സ് ആണ് ആൻഡ് സെലിബ്രേഷൻസ് എല്ലാം ആണ്. സോ നമ്മൾ ബിഹൈൻഡ് വുഡ്സ് എന്ത് തീരുമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപ്പ ഒന്ന് അടങ്ങിയിരിക്കും കുറച്ച് കഴിഞ്ഞിട്ട്, എന്ത് തീരുമാനിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലിറങ്ങി ആൾക്കാരെ അങ്ങ് സന്തോഷിപ്പിക്കാം എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ചോദിക്കും ആൾക്കാരുടെ അടുത്ത്. അതിന് കറക്റ്റ് ഉത്തരം പറയുന്ന ആൾക്കാർക്ക് അതിഥി കേക്സിന്റെ നല്ല പ്ലം കേക്ക് സൂപ്പർ സാധനം കിട്ടാൻ പോകുന്നത്. അപ്പൊ ബാ നമുക്ക് പോവാം. പാപ്പനാണ് ആക്ച്വലി ഗിഫ്റ്റ് കൊണ്ടുവരുന്നത്, ഞാനല്ല ഗിഫ്റ്റ് കൊണ്ടുവരേണ്ടത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ഗിഫ്റ്റാണ് പാപ്പനുള്ളത്? നമുക്ക് നല്ല കേക്ക് ഉണ്ട് അതിഥിയുടെ. സോ നമ്മൾ അതിഥി കേക്ക് പ്രസൻസ് ക്രിസ്മസ് ടോക്കിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ മെമ്മറി എന്താണ്? ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഒരു വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? കരോള്. ഇത്ര സിമ്പിൾ ആക്കി കളഞ്ഞോ? അല്ലല്ല, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു, ഞാൻ അവിടെ വേറെ, ഇവിടെ ഒരു ആൻസർ പറഞ്ഞാൽ അവിടെ കരോൾ തന്നെ. എനിക്ക് വേറെ ഒരു മെമ്മറി ഇല്ലേ? ക്രിസ്മസ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്രിസ്മസ് ഗിഫ്റ്റ് അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കൈമാറണം, അങ്ങനത്തെ സ്കീം അതൊക്കെ തന്നെ. പിന്നെ നമ്മള് ചുമ്മാ രാത്രി അങ്ങ് ഇറങ്ങുക, കരോള് പോവാന്ന് പറഞ്ഞ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുക. അതാണ് ഏറ്റവും വലിയ മെമ്മറി. ഓക്കെ, അതാണ്, അതൊക്കെ തന്നെയായിരിക്കും. അപ്പൊ ഞാൻ പറയാം, ഒരു ക്രിസ്മസ് കരോള് പാടും. കരോളിനെ പറ്റി പ്രശംസിച്ച് പറയുകയാണെങ്കിൽ ഒരു കരോൾ ഗാനം നമ്മൾക്ക് ഇവിടെ കേൾക്കണം. കരോൾ ഗാനൊക്കെ ഓർക്കണൊക്കെ രണ്ടുപേരും ഒരു വേണ്ട, എല്ലാരും കൂടുതലുണ്ട്. ഓക്കെ, സോ നമ്മളിവിടെ വലിയ വലിയ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ഗിഫ്റ്റ് ആക്ച്വലി നമ്മൾ നൽകുന്നതായിരിക്കും. ഓക്കെ, സംഭവം ഓക്കെ ആണോ? ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഉണ്ണി യേശു ജനിക്കുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു? ഉണ്ണി യേശു ജനിക്കുമ്പോ എനിക്ക് ഒന്നല്ലേ 0. സോറി, അതല്ലായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. പക്ഷെ ഉണ്ണീശു ജനിക്കുമ്പോ 1 വയസ്സായിരുന്നു അല്ലേ? 1 വയസ്സായിരുന്നു. കുഴപ്പമില്ല. എന്താ അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? അത് സമ്മതിക്കുന്നുണ്ടോ? സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഉണ്ണീശു ജനിച്ചപ്പോൾ ആക്ച്വലി 1 വയസ്സായിരുന്നു. പക്ഷെ എന്റെ ക്വസ്റ്റ്യൻ അതൊന്നും അല്ല. ഉണ്ണിയേശു എവിടെയാണ് ജനിച്ചത്? പക്ഷെ ബെത്ലഹേം വെച്ചിട്ട് ഒരു പാട്ടുണ്ടല്ലോ, ബെത്ലഹേമിന്റെ ഓക്കെ. അപ്പൊ ആക്ച്വലി നമ്മുടെ ബിഹൈൻഡ് വുഡ്സിന്റെ, അതായത് നമ്മുടെ അതിഥി കേക്ക്സ് നമുക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആക്ച്വലി ബെത്ലഹേം കറക്റ്റ് ആണ്. എന്നോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് പുൽക്കൂട്ടിലാണെന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഗിഫ്റ്റ് വേണ്ടേ? യെസ്. അപ്പൊ അതിനാണ് നമ്മൾ പാപ്പന് കൊടുത്തത്. പാപ്പ ഗിഫ്റ്റ് കൊടുക്കുക. ഷെയ്ക്കനല്ല ഗിഫ്റ്റ്. അതിഥി. സോ അതിഥി കേക്ക് പ്രസൻസ് ക്രിസ്മസ് ടോക്ക്. അപ്പൊ എല്ലാവർക്കും ഒരു മേരി ക്രിസ്മസ് പറഞ്ഞേ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ മേരി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നിങ്ങൾക്ക് പഠിച്ചു വിളിക്കാം ക്രിസ്മസ്. ഓക്കെ, ബൈ. അപ്പൊ ഈ പാപ്പന് ആർക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നാണ് ആഗ്രഹം? ക്രിസ്മസ് ട്രീയുടെ ചോട്ടിലല്ലേ? അവര് നല്ല സമാധാനത്തിൽ ഇരിക്കുകയാണ്. നമുക്ക് അങ്ങനെ ഒരു സമാധാനം കൊടുക്കാൻ പാടില്ലല്ലോ ക്രിസ്മസിന്. ഹായ് ഗൈസ്,
എന്താണ് ക്രിസ്മസ് പരിപാടിയിലാണോ? ചെറുതായിട്ട് എന്താ നിങ്ങൾ പർച്ചേസിന് വന്നതാണോ? ഓക്കെ, അപ്പൊ എനിക്ക് തോന്നി നിങ്ങൾ ഭയങ്കര സമാധാനത്തിൽ ഇരിക്കുന്ന ഒരു കപ്പിൾസ് ഇങ്ങനെ സായാഹ്നം ആഘോഷിക്കുന്നു. പക്ഷെ ഞാൻ അങ്ങനെ സമാധാനത്തിൽ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എങ്ങനെ തോന്നുന്നു ഞാൻ വന്നപ്പോൾ? ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇടയ്ക്കൊക്കെ ആഘോഷങ്ങളാവാം അല്ലേ? എന്ത് പറയുന്നു മോളെ? മോളുടെ പേരെന്താ? എന്റെ പേര് നീയാദാ. നീയാനാ? ഇതാരാ നിക്കണെന്നറിയോ? ഈ സാന്റാക്ലോസിനെ കണ്ടു കഴിഞ്ഞാൽ ആരും പേടിച്ചു പോകും. എന്തുകൊണ്ടാണ് സാന്റാക്ലോസ്? അറിയില്ല, ഇത് ഊരല് കൂടുതൽ പേടിക്കുക. ഓക്കെ, അപ്പൊ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ആദ്യം മൈൻഡിൽ വരുന്ന കാര്യം എന്താണ് നിങ്ങൾക്ക്? വെക്കേഷൻ ആണ്. അതെ, അപ്പോഴാണ് ഹസ്ബൻഡിനെ കിട്ടുള്ളൂ എന്ന് തോന്നുന്നത് അല്ലേ? ലീവ് ഒക്കെ ആയിട്ട്. ഓ, നാട്ടിൽ പോകാൻ പറ്റും. അങ്ങനെയാണ്. മോൾക്ക് എങ്ങനെയാ? മോൾ എങ്ങനെയാ ക്രിസ്മസ് ആഘോഷിക്കണേ? ചോക്ലേറ്റ്സ് അങ്ങനെയൊക്കെ വാങ്ങി തരുമോ? കേക്ക്, ഗിഫ്റ്റ്? കേക്ക് വേസ്റ്റ് ഇല്ല. ഓ മൈ ഗോഡ്, ശരിക്കും സാന്റാക്ലോസ് ഉണ്ടോ ഇല്ലയോ? ഓക്കെ, അപ്പൊ നമ്മൾ ചെറിയൊരു ചോദ്യം ചോദിക്കും, എന്നിട്ട് നമ്മൾ ഗിഫ്റ്റ് തരും. ഓക്കെ, അപ്പൊ നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. അപ്പൊ എന്റെ ആദ്യത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഉണ്ണീഷിന്റെ അമ്മ ആരായിരുന്നു? ഓക്കെ, പക്ഷെ ഇതല്ല വലിയ ക്വസ്റ്റ്യൻ. ഉണ്ണീഷു ജനിച്ചത് എവിടെ? ഓ മൈ ഗോഡ്, മദർ മേരി കറക്റ്റ് ആയിട്ട് പറഞ്ഞു. പക്ഷെ ജെറുസലേം അല്ല. ജെറുസലേമിൽ ആരായിരുന്നു? ജെറുസലേമിൽ ബെത്ലഹേം. എനിക്ക് തോന്നുന്നു ഇത് രണ്ട് കണക്റ്റഡ് ആണെന്ന് ചോദിച്ചാൽ എനിക്കെന്നെ അറിയില്ല. കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ മോളുള്ളതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്ത് ഇവരെ നമ്മൾ ഇവരുടെ ആ ഒരു സന്തോഷത്തിലേക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ഇവരെ പാവങ്ങള് സഹിച്ചോണ്ടിരിക്കാൻ ഗിഫ്റ്റ് തരട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്രിസ്മസ് പ്രമാണിച്ച് നമ്മുടെ അതിഥി കേക്ക്, ഒരു കേക്ക് അപ്പൊ മാരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ, അടിച്ചു വിളിക്കാം ഫാമിലി ആയിട്ട്. അപ്പൊ നമുക്ക് ഒരു ചായ ഓർഡർ ചെയ്താലോ? നമ്മൾ നടന്ന് ക്ഷീണിച്ചു. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിച്ചില്ലേ ഞാൻ ഇങ്ങോട്ട് തന്നെ വരാൻ പോണേന്ന്? കൺഫേം ആയിരുന്നു അല്ലേ? എന്താണ് പേര്? കൃഷ്ണനുണ്ണി. എന്റെ അച്ഛന്റെ പേര്? Oh my God. Okay, എന്താ പേര്? ഫസ്ന. വർഷ. നിങ്ങൾ എന്താണ് ജോലി ചെയ്യാണോ? എവിടെ? അതൊന്നും പറയാൻ പാടില്ലാന്ന്. ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്? ഓണം ആഘോഷിക്കാനുള്ള, ക്രിസ്മസ് ആഘോഷിക്കാനുള്ള അല്ലേ? പപ്പ ഒരു ഡാൻസ് കളിച്ചേ. എങ്ങനെയാണ് ഞങ്ങളുടെ പാപ്പനെ റേറ്റ്? ഒരു 10 റേറ്റ് ചെയ്യൂ. 9.5. Oh my God. 9.5 റേറ്റ് ചെയ്യും. ഓക്കെ, സോ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, നിങ്ങൾ ആൻസർ പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ അതിഥി കേക്ക്സ് നൽകുന്ന ഒരു വലിയൊരു ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ റെഡിയാണോ? യെസ്. ഓക്കെ, ഫസ്റ്റ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സ്വീറ്റ് ക്രിസ്മസ് മെമ്മറി ഇൻ 1 വേർഡ് എന്ന് പറഞ്ഞാൽ? വീട്ടില് കേക്ക് വാങ്ങുന്നത്. കേക്കാണ്. ഓക്കെ, ടീ. ഇവിടെ എന്താ? പ്ലം കേക്കാ? ഓ വെരി ഗുഡ്, വെരി ഫ്രഷ് ആൻസർ. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ വേറൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം എന്താണ്? കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം ഒന്ന് ആലോചിച്ച് കിട്ടും. ഇത്ര ഈ പഴം നമ്മുടെ കട്ട അതാണ്. എന്റെ കയ്യിൽ നിന്ന് പോയി. സപ്പോട്ടയാണ് ഗൈസ്, സപ്പോട്ടയാണ്. അത് എന്റെ നിന്ന് പോയതാണ്, പക്ഷെ കുഴപ്പമില്ല. പിന്നെ വേറെന്ന് വെച്ചാൽ, ഉണ്ണീഷു ജനിച്ചപ്പോൾ ഉണ്ണീഷിന് എത്ര വയസ്സുണ്ടായിരുന്നു? 0. ഈ കുട്ടി ഔട്ടാണ്. ഈ കുട്ടി നല്ല ബുദ്ധി ഉണ്ട് തോന്നുന്നു. ശരിക്കും എത്ര വയസ്സുണ്ടായിരുന്നു? ആണല്ലേ? ഓക്കെ, ഉണ്ണിയേശു ജനിച്ചത് എവിടെ? ബത്ലഹേമാണ്. പുൽക്കൂടല്ലേ? കണ്ണ എന്റെ ഒരേ വേവ് ലെങ്ത് ആണ് ഈ കുട്ടിക്ക്. സത്യത്തിൽ ഉത്തരം ഇതായിരുന്നു കറക്റ്റ്, ബത്ലഹേം അല്ലേ? പാപ്പനല്ലേ ഉണ്ണീഷിന്റെ? പാപ്പനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? പിന്നെ ആളാണ് ഗിഫ്റ്റ് അതിക്ക് തോന്നി. പക്ഷെ പാപ്പനല്ല, ആക്ച്വലി നമുക്ക് അതിഥി കേക്ക്സ് ആണ് ഗിഫ്റ്റ് എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾ അത് വിൻ ചെയ്തിരിക്കാണ്. സന്തോഷമുണ്ടോ? ഞാൻ എന്താ ഗിഫ്റ്റ് എന്ന് പറഞ്ഞില്ലല്ലോ? അതിഥി കേക്ക്സ്. ഓക്കെ, അപ്പൊ അതിഥി കേക്ക്സ് നൽകുന്ന പ്ലം കേക്ക്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ ക്രിസ്മസ് നിങ്ങൾ അതെ അങ്ങനെ നമ്മള് അതിഥി റസ്ക് ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് പിടിച്ചോ. ഓക്കെ, അപ്പൊ ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കാം. ഹായ്.
ഹായ് ഹായ് എന്താ പേര്? ലിൻസ്. ലിൻസ്. എന്താ പേര്? ഷാനിമ. ഷാനിമ. നീനു. നീനു. നിഖിൽ. നിഖിൽ. ഓക്കെ, സോ നമ്മളിവിടെ ആക്ച്വലി ബിഹൈൻഡ് വുഡ്സ് ഐസിന്റെ ചാനലാണ് നിൽക്കുന്നത്. നമ്മള് അതിഥി കേക്ക് പ്രസൻസ് ക്രിസ്മസ് ടോക്കിലാണ് നിൽക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ക്രിസ്മസ് എങ്ങനെ പോകുന്നു? തന്നെ പോകുന്നുണ്ട്. അപ്പൊ എന്ത് തോന്നുന്നു ഇവരെ കണ്ടിട്ട്? ഇവര് ഉത്തരം പറയോ? തീർച്ചയായും നിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മള് ഒരു 1 വേർഡിൽ ക്രിസ്മസിനെ ഡിസ്ക്രൈബ് ചെയ്യണം. എന്താണത്? അശു, വെരി വെരി സിമ്പിൾ ആൻസർ. ഒരു മെമ്മറി എന്തെങ്കിലും. എന്താ പറയാ, ഇറ്റ്സ് മന്ത് ഓഫ് ലൈറ്റ്സ്. മന്ത് ഓഫ് ലൈറ്റ്സ്. അപ്പൊ ദീപാവലിയോ? അതല്ലേ, അത് എന്തെങ്കിലും ആവട്ടെ, കുഴപ്പമില്ല. മന്ത് ഓഫ് സർപ്രൈസസ്. സർപ്രൈസസ്. ഓക്കെ, ഗിഫ്റ്റ്സ്. ഗിഫ്റ്റ്സ് ആണ്. നിനക്കെന്താ? മൈക്കാണ് അല്ലേ? അത് ഞാൻ തരൂല. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കരോൾ ഗാനം പാടാൻ പറഞ്ഞാൽ ഒരു 2 പേര് കരോൾ ഗാനം പാടുക. കമോൺ. ഭർത്താവിനെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ചേച്ചി. കമോൺ. നിനക്ക് തരാനാണ്. ഒരു 2 പേര്. യഹൂദിയായില്ലേ? അറിയില്ല. ഞാൻ പഠിപ്പിച്ചു തരാം. ഒരു 2, അല്ലെങ്കിൽ വേണ്ട, ഒരു എന്തെങ്കിലും ഒരു പാട്ട്, ഒരു ഹാപ്പി ആയിട്ട്. പാടിയല്ലോ. ഒരു ധനുമാസത്തിൽ പാപ്പ ഡാൻസ് കളിക്കേ. ഓക്കെ, സിമ്പിൾ സിമ്പിൾ നന്നായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ സിമ്പിൾ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് ഉണ്ണി യേശു ജനിച്ചത് എവിടെ? എവിടെ? ബെത്ലഹേം. ശരിക്കും ബെത്ലഹേം ആണോ? ഉറപ്പാണോ? ആണോ? ബെത്ലഹേം ആണല്ലേ? ഓക്കെ, ഉണ്ണി യേശുവിന്റെ അമ്മയുടെ പേര്? മേരി. വേറെ ആരോ ആണ് പേര്. എന്താ? ഓക്കെ, ഉണ്ണി യേശു ജനിച്ച വർഷം? ജനിച്ച ദിവസം ഏതാണ്? 25 ഡിസംബർ 25. യെസ്. ഈ പിള്ളേരൊക്കെ ഭയങ്കര ജെൻഡർ നോളജ് ഉള്ള പിള്ളേരാണ്. അപ്പൊ നിങ്ങൾ ആക്ച്വലി നമ്മുടെ അതിഥി കേക്ക്സ് നമുക്ക് തരുന്ന ഒരു വലിയൊരു ഗിഫ്റ്റ് നിങ്ങൾ വിൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഗിഫ്റ്റ് വാങ്ങൂ. നമ്മുടെ പാപ്പൻ തരും ഗിഫ്റ്റ്. പാപ്പ ഓരോരുത്തരും ഗിഫ്റ്റ് കൊടുക്കും. അതിഥി കേക്ക് പ്രസൻസ് നമ്മുടെ ഒരു പ്ലം കേക്ക് ആണ്, ക്യാരറ്റ് പുഡിംഗ് കേക്ക്. ആൻഡ് ഓൾസോ റസ്ക് ഉണ്ട്. നമ്മളെ കൊച്ചിന് കൊടുക്കാം അല്ലേടാ? നിങ്ങൾക്ക് റസ്ക് ഇഷ്ടല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ഡാൻസ് കളിച്ച് പിരിഞ്ഞാലോ? അപ്പൊ നമുക്ക് ഡാൻസ് ഇഷ്ടല്ലേ? കമോൺ, ഒരു പാട്ട് വേണം. 3, 2, 1. ബെത്ലഹേമിന്റെ അയ്യോ കൊച്ചു കരയണം. അയ്യോ സാലഡാ, ഞാൻ പൊക്കോളാം കേട്ടോ. താങ്ക് യു. പേടിപ്പിച്ച് നമ്മള്. ശരി, താങ്ക് യു സോ മച്ച്. താങ്ക് യു, ബൈ. ഹലോ ചേട്ടന്മാരെ, എല്ലാവർക്കും ക്രിസ്മസ് ദിന ആശംസകൾ. ആണല്ലേ? ക്രിസ്മസ് എങ്ങനെ പോകുന്നു? ആണല്ലേ? നമ്മൾ ബിഹൈൻഡ് വുഡ്സിന്റെ അതിഥി കേക്ക് പ്രസൻസ് ക്രിസ്മസ് ടോക്കിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ പാപ്പൻ. പാപ്പന്റെ പേരെന്താ? സാന്റാ ക്ലോസ് എന്നാണ് പേര് കേട്ടോ. എന്താണ് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. എന്തിനാ പേടിച്ച പോലെ ഇരിക്കണത്? ഒരു പേടിയില്ല, ഹാപ്പി സന്തോഷം. എന്തിനാണ് ആക്ച്വലി ഇവിടെ വന്നത്? ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ട് വന്നത്. കയ്യിൽ എന്താണുള്ളത്? സോഡ. ഓക്കെ, അപ്പൊ ചായ കുടിച്ച് സോഡയും കുടിച്ച് വാങ്ങി പോവാണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോ പെട്ടെന്ന് മൈൻഡിൽ വരുന്ന സംഭവം എന്താണ്? ഉണ്ണിയേശുവിന്റെ ജന്മദിനം. അതാണല്ലേ നമ്മൾ ആഘോഷിക്കുന്നേ? അത് നമ്മൾ വെല്ലാണ്ടങ്ങ് ആഘോഷിക്കാണല്ലേ? തീർച്ചയായിട്ടും. അല്ലേ? ഓക്കെ, എന്താണ് ചേട്ടന്റെ മെമ്മറി? എന്റെ മെമ്മറിയിൽ ഇതുപോലെയുള്ള ആളുകൾ വന്ന് വീട്ടിൽ വന്ന് പാട്ടൊക്കെ പാടി ഡാൻസ് കളിച്ച് അടിപൊളിയായിട്ട് പോകും. അങ്ങനെയാണ്. കേക്കൊക്കെ കഴിച്ച് പിന്നെ പിരിയും. എന്ത് വേറെ പിരികളല്ല, അവര് പിരിഞ്ഞു പോകുന്ന. ഓക്കെ, ഞാൻ ആക്ച്വലി വലിയ വലിയ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് വന്നത്. അതിന് മുന്നേ ചേട്ടന്മാരുടെ 2 കരോൾ സോങ് കേട്ടാൽ കൊള്ളാന്നുണ്ട്. വേണ്ട, നമ്മൾ മൂളിയാ മതി. ചേട്ടൻ പാടുന്ന എനിക്ക് അറിയാം. നക്ഷത്രത്തിൽ പ്രഭാമണ്ണിൽ വീരഞ്ഞു നീലാവാനി നീലാവിന്റെ പ്രഭാമണ്ണിൽ ചൊരിയും ഇതു കേട്ടു അടിടയറാണ്.
പൊളി പൊളി. ഓക്കെ, ഇനി 2 ക്വസ്റ്റ്യൻ ഉണ്ട്. 2 ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ പറയാന്നുള്ളതാണ്. ഓക്കെ, വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതുമായ സംഭവം എന്താണ്? കണ്ണോ? വെളുക്കുമ്പോ എങ്ങനെ കറക്കുന്നത്? അങ്ങനെയൊന്നല്ല, കറക്കുമ്പോൾ വെളുക്കുന്നതുമായ സംഭവം. കറക്കും, കറക്കുമ്പോ വെളുക്കും. പിന്നെ ഉണ്ണി യേശു ജനിച്ചപ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു? വേഗം പറയും. ജനിച്ചപ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു? 0 വയസ്സ്. ആലോചിച്ചത്. ഓക്കെ, അതെ, ഉണ്ണി യേശു ജനിച്ച സ്ഥലം ഏതാണ്? ജെറുസലേമാ? ഇത് നിങ്ങൾ ക്യാൻസൽ. ചേട്ടാ, അത് എന്റെ ആൻസർ ആണ്. ആക്ച്വലി ബെത്ലഹേം ആണ് ആൻസർ. മറന്നുപോയെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഉണ്ണീസിന് വേണ്ടി നമ്മൾ സമ്മാനം നൽകിയിരിക്കും അല്ല സാന്റയിൽ എത്ര. പക്ഷെ പാപ്പൻ അവിടെ ആക്ച്വലി ബിസിയാണ്. പാപ്പ എത്ര ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്? അവർക്ക് ഗിഫ്റ്റ് എടുക്ക്. ആ, നമ്മുടെ അതിഥി കേക്ക് പ്രസൻസ് ഒരു പ്ലം കേക്ക് ഉണ്ട്. കൈയടിക്കാൻ. ഓക്കെ, അതന്നെ. അപ്പൊ ഇനി റസ്ക് ഒക്കെ കൂട്ടി കഴിക്കാട്ടോ. ഓക്കെ, അപ്പൊ ചേട്ടന്മാരെ നമ്മൾ സന്തോഷിപ്പിച്ചു അല്ലേ? ഇത് നല്ലൊരു മെമ്മറി ആയില്ലേ? ആ, ഇത് നമ്മുടെ കൂടെ ഈ യുവ മിഥുനങ്ങൾ എന്നവര് പറയാ, ഇങ്ങനെ ജിൽ 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 ജിംഗിൾ ബെൽസ് പോലെ അവർ നിൽക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഫുഡ് കഴിക്കാനാണ്. എന്താ ക്രിസ്മസ് സ്പെഷ്യൽ എന്താ നിങ്ങൾ കഴിച്ചത്? കഴിക്കാൻ പോകണല്ലോ. നിങ്ങൾ വിശന്ന് ഇരിപ്പിക്കാണല്ലോ. വിഷമുണ്ടോ? ഒരു വിഷമില്ല. ഓക്കെ, ഞാൻ സംഭവം ഒന്നുമില്ല. നമ്മള് ക്രിസ്മസ് പ്രമാണിച്ച് നമ്മൾ എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കാം. നമ്മുടെ സാന്റക്ലോസ് ആണ്. ഹായ് പറയും സാന്റക്ലോസിനോട്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. ഞാൻ കുഞ്ഞു ക്വസ്റ്റ്യൻസ് ചോദിക്കും, നിങ്ങൾ ആൻസർ പറഞ്ഞതിന്. ഓക്കെ ഓക്കെ, ആദ്യം തന്നെ ഒരു ക്രിസ്മസ് കരോൾ പാടുക. നിങ്ങൾ കരോളിലൊക്കെ പോയിട്ടുണ്ടോ? ഇല്ല, അതാണ് നിങ്ങൾക്ക് ആ ഒരു എനർജി ഇല്ലാത്തത്. പക്ഷെ കുഴപ്പമില്ല. ഞാൻ ആദ്യം തന്നെ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് വെച്ചാൽ, ഉണ്ണി യേശു ജനിക്കുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു? എത്ര വയസ്സുണ്ടായിരുന്നു ഉണ്ണി യേശു ജനിക്കുമ്പോ? 4, 5, 1 വയസ്സ്. ഓക്കെ, ഉണ്ണി യേശു ജനിക്കുമ്പോ എങ്ങനെയാണ് ആ വയസ്സ്? ജനിക്കുമ്പോ വയസ്സില്ല പിള്ളേരെ. നിങ്ങൾ എന്താ പറഞ്ഞ? 5? കുഴപ്പമില്ല. 4ഉം 5ഉം പറഞ്ഞു. കുഴപ്പമില്ല. ഉണ്ണി യേശു ജനിച്ചത് എവിടെ? പശുത്തൊഴുത്തിൽ. വീടിന്റെ അഡ്രസ് പറയും. അഡ്രസ് ഒന്നുമില്ല. അതൊന്നില്ലേ? ആ, പറയും. വീട്ടിലല്ലേ? എന്താ പറഞ്ഞേ? അല്ല, ആശുപത്രി പണ്ടിട്ടില്ല. എവിടുന്ന് ആശുപത്രി? ഒന്നുമില്ല അല്ലേ? ഓക്കെ അല്ലേ? പക്ഷെ എടാ, ബെത്ലഹേം എന്നാണ് അതിന്റെ ഉത്തരം. പക്ഷെ കുഴപ്പമില്ല. ഓക്കെ, ഉണ്ണീഷു ജനിച്ചത് ഏത് ദിവസം? ക്രിസ് 25 ഡിസംബർ 25 ആണോ? ഉറപ്പാണോ? ഡിസംബറിലല്ലോ. 2001. എടാ, ഉണ്ണീഷു ജനിച്ചത് ഏത് ദിവസമാണ്? ഗുഡ് ഫ്രൈഡേ ആണല്ലേ? നിങ്ങൾ എന്താ ക്രിസ്മസ് ആഘോഷിക്കണേ? അതെന്തിനാ ആഘോഷിക്കണേ? ഉണ്ണീഷ് എന്നാ ജനിച്ചേ അതല്ലേ? ഓക്കെ ഗൈസ്, ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം. അട്ടിവരി. പഴം. ഏത്തപ്പഴല്ലേ? ഏത്തപ്പഴം എങ്ങനെ കട്ടയ്ക്ക് കൂടെ നിൽക്കണേ? ഇരട്ടപ്പഴം. 2 ഇരട്ടപ്പഴം. അല്ല, ലാലിപ്പൂവൻ. അല്ല, പറ. അല്ല, ഞാൻ പറയട്ടെ. സപ്പോർട്ടാ. സപ്പോർട്ടാണ്. അത് കട്ടയ്ക്ക് കൂടെ നിൽക്കുവായിരുന്നു. ഓക്കെ, എനിവേ നമ്മുടെ പാപ്പ നിങ്ങൾക്ക് എന്താ പറയുക, യൂസ് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഉത്തരം പറഞ്ഞില്ല, ഒന്നും പറയില്ല. പിള്ളേരെ ഇത്ര നേരം വിശന്ന് നമ്മൾ നിർത്തിപ്പിച്ചത്. നമ്മുടെ പാപ്പൻ ആക്ച്വലി ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഗിഫ്റ്റ് എവിടെ നിന്നാണ്? നമ്മുടെ അതിഥി കേക്സ് എന്നാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. എല്ലാവരും കൈ അടിച്ചേ.
യെസ്, വലിയൊരു ഗിഫ്റ്റ്. അതെ, ഈ പ്ലം കേക്ക് വേണം നിങ്ങൾ ആദ്യം കഴിക്കാൻ. ഓക്കെ ഓക്കെ, ഇനി റിസ്ക്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ റിസ്ക് എടുക്കാൻ വേണ്ടി നമ്മൾ റിസ്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്, ഹാപ്പി ആയോ നിങ്ങള്? അപ്പൊ ഹാപ്പി ക്രിസ്മസ്. അപ്പൊ നമുക്ക് ഡാൻസ് ആയാലോ? പാട്ട് ഞാൻ തന്നെ വേണം. 3, 2, 1 Bethlehem in the ഓക്കെ, ഇനി അവിടെ നിന്നാൽ ആൾക്കാർ വിചാരിക്കും വട്ടാണെന്ന്. ഓക്കെ, സോ നമ്മുടെ കണ്ടസ്റ്റൻസിനും അതേപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്കും നല്ല സ്വീറ്റ് ആയിട്ടുള്ള ക്രിസ്മസ് ട്രീറ്റ് തന്നത് ആരാണ്? നമ്മുടെ അതിഥി മാർബിൾ കേക്ക് ആണ്. അവരുടെ ക്യാരറ്റ് പുഡിംഗ് ആണ് നമ്മൾ ആക്ച്വലി എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്തത്. ആൻഡ് താങ്ക് യു സോ മച്ച് അതിഥി മാർബിൾ കേക്ക്. സോ ഇനി ആക്ച്വലി പാപ്പൻ എനിക്ക് ഒരു ട്രീറ്റ് തരാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അല്ലേ, തരില്ലേ പാപ്പ? നമ്മൾ ഓടിക്കളിച്ചതല്ലേ, നമുക്ക് ഇവിടെ തന്നെ ഫുഡ് കഴിക്കാം. ഓക്കെ, അപ്പൊ നമുക്കൊരു വൈൻഡപ്പ് ആയാലോ? സോ എല്ലാ ബിഹൈൻഡ് വുഡ്സ് പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു സോ മച്ച്. Aditi Marvel Cakes, inspired by British recipe, infused with English herb. Wishing you a Merry Christmas and a Happy New Year.